ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു ബർഗറാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യത്തിന് നമ്മുടെ വീട്ടിലിരിപ്പുള്ള കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട്, അതായത് ചിക്കൻ വേണമെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ എല്ലാ വീട്ടിലും സാധാരണ ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒറിജിനൽ പാറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. ചിക്കൻ വെച്ചിട്ട്, റോ ചിക്കൻ വെച്ചിട്ടാണ് ശരിക്കും പാറ്റി ഉണ്ടാക്കുന്നത് ബർഗറിന്. അപ്പോൾ അത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ നമ്മുടെ മൗത്ത് വാട്ടറിങ് ചിക്കൻ ബർഗർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു പാൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ, ഫുള്ളി നമ്മൾ ഒലീവ് ഓയിലാട്ടോ ഇതിൽ ഉപയോഗിക്കുന്നത്. അത് ചൂടായി വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള, 2 അല്ലി വെളുത്തുള്ളി റഫായിട്ട് ചോപ്പ് ചെയ്തത്, ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്യാം. ഒന്ന് വാടി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ബ്ലെൻഡറിലേക്ക് ഒരു സ്ലൈസ് ബ്രെഡ്, ഒരു 2 തണ്ട് പുതിനയില, അതുപോലെ ഒരു പിടി മല്ലിയില, അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ക്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. ഉള്ളവർ യൂസ് ചെയ്താൽ മതി, ഇല്ലാത്തവർ കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 പീസ് ഇടാം. ഇനി നമ്മൾ ആ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നു. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാപ്രിക്കയാണ്. അത് ഇല്ലാത്തവർക്ക് മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഒറിഗാനോ അല്ലെങ്കിൽ തൈം, ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പേസ്റ്റാക്കി ഇറക്കല്ലേ, ഇത് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആ ചിക്കൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ക്രഷല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. കുറച്ച് നാരങ്ങാനീര് ചേർത്ത് അരയ്ക്കുക. അതെ, അരച്ച് വരുമ്പോൾ അത് ഇങ്ങനെ വരും. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു മുട്ടയുടെ വെള്ള. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോ ബൗളാക്കി 3 സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് 3 പാറ്റി, ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് 3 പാറ്റി ചെയ്യാം. ബർഗറിൻ്റെ സൈസിനനുസരിച്ചിട്ട് അത് പാറ്റിയാക്കി റൗണ്ടാക്കി എടുക്കണം. ഇനി നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ പോവാണ്. അതും ഒലീവ് ഓയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു പാൻ വെക്കാം. അത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള, അതായത് ഷാലോ ഫ്രൈ ആണ്, അതിനുള്ള ഓയിൽ മതി. എന്നിട്ട് ഓരോന്നായി ഇട്ട് കൊടുക്കുക. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് അത്യാവശ്യം നന്നായി കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ബേണാവും, എന്നാൽ അകവശം വേവത്തുമില്ല. ഈ ഒരു കളറായി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ 3 ബർഗർ ബൺ എടുത്തിട്ടുണ്ട്. ഇതിനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 പീസാക്കിയിട്ട്. ആ സെയിം പാനിൽ തന്നെ നമ്മൾ ഇനി ഓരോ ബണ്ണിനെയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അകവശം മാത്രം റോസ്റ്റ് ചെയ്താൽ മതി. അത് നമ്മുടെ ചിക്കൻ പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബണ്ണും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറേഞ്ച് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഏതാണെന്ന് വെച്ച് എടുത്താൽ മതി. പിന്നെ ചീസ് സ്ലൈസ് വേണം, മയോണൈസ് വേണം, പിന്നെ ടൊമാറ്റോ സോസ്. ഇനി ഒരു ബണ്ണിൻ്റെ താഴത്തെ സ്ലൈസ് എടുക്കാം. അതിൽ കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്യാം. മയോണൈസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് തന്നെ സ്പ്രെഡ് ചെയ്താൽ മതി. അടുത്തതായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് പൊട്ടറ്റോ ആണ്. അത് ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് മുകളിലായിട്ട് സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്,
ക്യൂക്കമ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ പാറ്റി വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുന്നുണ്ട്. മൈക്രോവേവ് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. നിങ്ങൾ ആ പാറ്റി കുക്ക് ചെയ്യുന്ന സമയത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം ചീസ് വെച്ച് കൊടുത്താൽ അത് മെൽറ്റായിട്ട് വരും. ഇനി ഏറ്റവും മുകളിലത്തെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൊമാറ്റോ സോസോ മയോണൈസോ സ്പ്രെഡ് ചെയ്യാം. അതിന് ശേഷം വെച്ച് കൊടുത്താലും നന്നാവും. ഇപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കണം. ആ ചീസെല്ലാം മെൽട്ടായി അങ്ങനെ കഴിക്കണം. ഇത് കാണാനുള്ള ഭംഗി മാത്രമല്ല, അത് കഴിക്കാനും നല്ല അടിപൊളിയാണ്. ഭയങ്കര ഹോണസ്റ്റായിട്ട് പറയുന്നതാണ് ഞാൻ, ചുമ്മാ തള്ളുന്നതല്ല. മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതുവരെയും ബർഗർ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.